തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരുടെ മേൽ ഒരു പൂ പോലും പറിച്ചിട്ട് വേദനിപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് അവിടെ ഉണ്ടാകുന്ന മാലിന്യം ഉൾപ്പെടെ പെറുത്തി മാറ്റുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടം തയ്യാറാകണമെന്നുള്ള ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുവാനുള്ള ഒരു ശേഷിയുള്ള പട്ടണമാണ് തിരുവനന്തപുരം. കോർപ്പറേഷൻ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് ജീവനക്കാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുഴുവൻ ജീവനക്കാരുടെ ഒരു കലാപരിപാടി കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ. കാരണം ഇത് നന്നാവണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇവിടത്തെ അതാത് സമയങ്ങളിലെ ഭരണകൂടങ്ങൾ കാണിച്ചാൽ മാത്രമേ കുടിവെള്ളം തരാൻ വേണ്ടിയിട്ട് നമുക്ക് സൗജന്യമായി തരാൻ വേണ്ടി തയ്യാറായവരുണ്ട്, JCB തരാൻ വേണ്ടി തയ്യാറായവരുണ്ട്. അങ്ങനെ രാത്രി 2:15 ഞാനും MR ഗോവനും GS മഞ്ജുവും അതുപോലെ തന്നെ 3 HS-മാരും HOയും ഉൾപ്പെടുന്നവർ കരമന ജംഗ്ഷനിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ശ്രീകണ്ഠേശ്വര ഭാഗത്ത് കുറേ പുരുഷന്മാരായ ജീവനക്കാർ ജോലിയൊക്കെ അവസാനത്തെ ലോഡ് കൊണ്ട് പോവുകയാണ്. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോൾ 2:40 പ്രിയപ്പെട്ടവർ, ഞാൻ ഇത്രയും പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ നഗരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ചില പാഠങ്ങൾ ഈ പൊങ്കാലയിൽ നിന്ന് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ജീവനക്കാരുടെ ആത്മാർത്ഥത. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഏതൊരു മാധ്യമമായാലും ഏതൊരു ഘടകത്തിലായാലും ഇത്രത്തോളം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരുടെ മേൽ ഒരു പൂ പോലും പറിച്ചിട്ട് വേദനിപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രഖ്യാപിക്കുകയാണ്. അത് ആര് പറഞ്ഞാലും കൃത്യമായിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് അത് ഇടപെട്ടുകൊണ്ട് ഈ ഭരണസമിതി ഞങ്ങൾ 101 കൗൺസിലർമാരും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഞാനിത് പറയുവാൻ കാരണം കേവലം 4-5 വർഷത്തേക്ക് ഒരു ഭരണം നടത്തിയിട്ട് പോവുക എന്നുള്ളതിനപ്പുറം നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കുവാനുള്ള ഒരു ശേഷിയുള്ള പട്ടണമാണ് തിരുവനന്തപുരം. അതിനൊരു ഭരണസമിതി മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല, മറിച്ച് ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് പറയുകയുള്ളത്. അതിന് തന്നെ ഈ നമ്മുടെ ജീവനക്കാരെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 101 പേർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബഡ്ജറ്റിൽ പാസ്സാക്കിയിരിക്കുകയാണ്. ഈ കോർപ്പറേഷനിലെ ജീവനക്കാർക്കും ഇവിടുത്തെ ഇപ്പോഴത്തെ കൗൺസിലർമാർക്കും മുൻ കൗൺസിലർമാർക്കും ന്യായമായ വിലയ്ക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുവാൻ വേണ്ടി കോർപ്പറേഷൻ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് ജീവനക്കാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർക്ക് ക്യാൻറ്റീൻ ഉണ്ടോ? പട്ടാളക്കാർക്ക് ക്യാൻറ്റീൻ ഉണ്ട്. മറ്റു ഓരോ മേഖലയിലുള്ളവരും അവരുടെ ജീവനക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ തന്നെ ആ സംവിധാനങ്ങളുണ്ട്. ഒരു ജീവിതകാലം മുഴുവനും ഒരു നഗരത്തിലെ അല്ലെങ്കിൽ ഒരു നാടിലെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടാകുന്ന മാലിന്യം ഉൾപ്പെടെ പെറുത്തി മാറ്റുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടം തയ്യാറാകണമെന്നുള്ള ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചു, മുൻ കൗൺസിലർമാർ എന്താണ് അതിൽ പെടുത്തിയത്? മുൻ കൗൺസിലർമാർ അവർ 5 വർഷം, ചിലർ 10 വർഷം, ചിലർ 20 വർഷം അവരുടെ മനുഷ്യായുസിലെ നല്ല ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഘട്ടം ഈ നഗരസഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരാരും തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. ജനങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ, ഡെത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുവാൻ, അവരുടെ വീട്ടിൽ കുടിവെള്ളം എത്തിക്കുവാൻ, അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ ശവസംസ്കാരം നടത്തുവാൻ സഹായിക്കുവാൻ വേണ്ടി, ഒരാൾക്ക് ആശുപത്രിയിൽ ആവശ്യം വന്നാൽ അവിടെ എത്തുവാൻ വേണ്ടി, അങ്ങനെയാണ് നമ്മുടെ കൗൺസിലർമാർ അവരുടെ ജീവിതം മാറ്റിവെച്ചത്. അവർക്ക് നാളെ ഈ കോർപ്പറേഷൻ മുന്നോട്ട് നടന്നു പോകുമ്പോഴേക്കും എന്റേതാണ് ഈ പ്രസ്ഥാനം തോന്നുന്ന തരത്തിൽ ഇത് നന്നാവണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇവിടത്തെ അതാത് സമയങ്ങളിലെ ഭരണകൂടങ്ങൾ കാണിച്ചാൽ മാത്രമേ അവരുടെ കൂടി പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും വളരുവാനും സാധിക്കുകയുള്ളൂ. ഏതൊരു നാട് വളർന്നിട്ടുണ്ടെങ്കിലും ആ നാടിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ പ്രാർത്ഥനയിൽ നിന്നാണ് ആ നാട് വളർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനമെടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം ഞങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു. ഏറ്റവും ക്വാളിറ്റിയുള്ള, വില കുറഞ്ഞത് മാത്രമല്ല ക്വാളിറ്റിയുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് നിലപാട്. മരുന്ന് വില കുറച്ച് കിട്ടുവാൻ, ബ്ലഡ് ടെസ്റ്റ് വില കുറച്ച് കിട്ടുവാൻ വേണ്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ആദ്യം കരുതിയത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, എന്താ മ്യൂസിക് പാട്ട് റെക്കോർഡ് ചെയ്തിട്ടേക്കെന്നാണ് വിചാരിച്ചത്. ഇവിടെ വന്ന് എല്ലാവരെയും കണ്ട് വിട്ടിയതിന് ശേഷമാണ് നോക്കിയപ്പോഴേക്കും യൂണിഫോം ഇട്ട് നമ്മുടെ ഒരു സഹോദരി പാടുന്നതാണ് എന്ന് മനസ്സിലാക്കിയത്.
ഞാൻ ചോദിച്ചപ്പോൾ ഒരു തമ്പാനാണെന്ന് ഉണർന്നേ, തമ്പാനിലുള്ള നമ്മുടെ ജീവനക്കാരാണ്. ഞാൻ പാർട്ടി രാധാകൃഷ്ണമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഒരു സംശയവും വേണ്ട, നമുക്ക് ഈ വർഷം എല്ലാ വർഷവും വേണം, ഈ വർഷത്തിൽ തന്നെ നമ്മുടെ ജീവനക്കാരുടേതായ ഒരു കലാപരിപാടി, അത് മത്സരമാകണമോ അല്ലാതെ അവതരിപ്പിക്കാനുള്ള അവസരമാകണമോ നമുക്ക് ആലോചിക്കണം. മുഴുവൻ ജീവനക്കാരുടെ ഒരു കലാപരിപാടി കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ. കാരണം നമുക്കൊക്കെ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമായി ലഭിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ കാണുന്ന സൂപ്പർ സ്റ്റാറുകളെക്കാളും അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പാട്ടുന്ന പാട്ടുകാരെക്കാളൊക്കെ മികച്ച കഴിവുള്ളവരുടെ ഇടയിൽ പലരും ഇരിപ്പുണ്ട്. പക്ഷേ ജീവിത സാഹചര്യം മറ്റു പലതും ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മതിയായ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കലാകാരന്മാരും കലാകാരികളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് കലാപരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരവസരം, അത് ഒരു ദിവസമല്ല, 1, 2, 3 ദിവസം നമുക്ക് മാറ്റിവെക്കാമെന്നാണ്. കാരണം ഏതൊരു ജോലി ചെയ്താലും ആ ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്മൾ എൻജോയ് ചെയ്യണം. ജീവിതം ഒന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചത് വേറെ എന്തെങ്കിലും മേഖലയിൽ ഞാൻ എത്തിച്ചേർന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ്. ഇവിടെ ഈ പലരും വേറെ ഏതൊരു മേഖലയിലായിരിക്കും ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ എത്തിച്ചേർന്നത് ഒന്നുകിൽ ശുചീകരണ തൊഴിലാളി, അല്ലെങ്കിൽ സൂപ്രണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയർ. പക്ഷേ അവിടെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല, മറിച്ച് അതിനെ എൻജോയ് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കി മാറ്റുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരവസരം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് അവതരിപ്പിക്കാം. മറ്റൊന്ന് ശ്രീ M.R. ഗോപൻജി ഓർമ്മിപ്പിച്ച ഒരു കാര്യം, അത് ഓർമ്മിച്ചിട്ട് ഞാൻ വിട്ടുപോയാൽ പിന്നീട് അദ്ദേഹം പറയേണ്ടി വന്നില്ലേ. നമ്മുടെ ഈ പൊങ്കാല കണക്കുകൾ പുറത്തു വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും. ഈ പൊങ്കാലയിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ച ഒരു കാര്യം, അദ്ദേഹം പ്രത്യേകം ഓർമ്മിച്ചു, ചെയ്യാൻ സാധിച്ച ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കോർപ്പറേറ്റോടൊപ്പം സഹകരിക്കുവാൻ തയ്യാറായിട്ടുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ടവരെ സഹകരിപ്പിക്കുവാൻ സാധിച്ചു. മുൻകാലഘട്ടങ്ങളിൽ ചെയ്യുന്നതാണ്. ഏറ്റവും കോർപ്പറേഷന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കോർപ്പറേഷന്റെ പണം ഏറ്റവും കുറച്ച് ചെലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു പൊങ്കാല ഉത്സവങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കാവശ്യമായ ടിപ്പറുകൾ, എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാ ടിപ്പറുകളും, ബാക്കിയെല്ലാം കണക്കെന്ന് വെച്ചാൽ മാത്രമേ എക്സാക്ട് എണ്ണം പറയാൻ സാധിക്കുള്ളൂ, സ്പോൺസർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് പിന്നീട് പറയുമ്പോഴേക്കും ഓരോരുത്തരെയും ഇവിടെ പരിചയപ്പെടുത്തും. സ്പോൺസർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിവിധ കോൺട്രാക്ടർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ മാലിന്യ വസ്തുക്കൾ ശേഖരിച്ചു പോകുന്ന കമ്പനികൾ ഒക്കെ തന്നെ, അതോടൊപ്പം തിരുവനന്തപുരത്തെ കാറ്ററിംഗ് അസോസിയേഷനും ഹോട്ടൽ ഓണേഴ്സും ചേർന്നുകൊണ്ട് നമുക്ക് ആഹാരം, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, നമ്മുടെ ശുചീകരണ തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണം കോർപ്പറേഷന്റെ ഒരു ബില്ലിന് വേണ്ടേണ്ട ആവശ്യമില്ല, അത് തരാൻ വേണ്ടി അവർ തയ്യാറായി. കുടിവെള്ളം തരാൻ വേണ്ടിയിട്ട് നമുക്ക് സൗജന്യമായി തരാൻ വേണ്ടി തയ്യാറായവരുണ്ട്. JCB തരാൻ വേണ്ടി തയ്യാറായവരുണ്ട്. അങ്ങനെ പരമാവധി സമൂഹത്തിലെ എല്ലാ മേഖലയെയും സമാഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മുടെ കലാപരമായി കഴിവുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ്റേതായിട്ട് അത് പാറ്റൂർ രാധാകൃഷ്ണൻ സംസാരിച്ചു പോകുന്ന ഒരാശയമാണ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു കലാസംഘടന തുടങ്ങുന്നതിനെ കുറിച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഈ നമ്മുടെ ഭരണസമിതിയോടൊപ്പം 101 കൗൺസിലർമാരോടൊപ്പം നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കാൻ തയ്യാറായ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ജയ് ഭാരത് മാതാ.